ഈശ്വര, രക്ഷപ്പെട്ടു. ട്രെയിൻ സമയത്തിന് വന്നു. ധൃതിയുണ്ടേ ചേട്ടൻ അങ്ങോട്ടേ ബോഡി പിടിച്ചു 1 കിലോ കൊപ്ര പിണ്ണാക്ക് മേടിക്കാൻ. എടോ, എന്റെ മോരാളിയുടെ മോൻ ഈ ട്രെയിന് വരുന്നുണ്ട്. കക്ഷി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഈ തിരക്ക് ഞാൻ ആ കൊച്ചിനെ തപ്പി എടുത്തോട്ടെ. ഞാൻ എന്തിനാ എന്റെ പുറകെ വരുന്നേ? ഒന്ന് മാറിത്തരണേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്നെ രക്ഷിക്കോ, പിടിച്ചേർത്തേ. പേര് നോക്കി പിടിച്ചടക്കണേ. അല്പം കൂടി ചുറ്റിയിരുന്നെങ്കിൽ അടിപ്പാവാടയുടെ വള്ളി കാലിൽ ചുറ്റിയാണ്. ഒരു കുത്തിന്റെ കുറവുണ്ട്. അതെ, വിജയ്. ഒരു കുത്തിന്റെ പോരായ്മയുണ്ട്. അയ്യോ സോറി, ഒരു തെറ്റി വെച്ചു. എന്നാ പിന്നെ പുറപ്പെടുകയല്ലേ? പുറപ്പെടാം. ചേട്ടനെ കണ്ടില്ലായിരുന്നു ഞാൻ തെണ്ടിപ്പോയേനെ. ഈ തിരക്കിനിടയിൽ നിന്ന് മോനെ ഇത്ര ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂന്ന് ഞാൻ കരുതിയില്ല. ഇവിടെ എങ്ങനെ എന്നെ കാത്തു കിടക്കുന്നു ഞാനും കരുതിയിരുന്നില്ല. അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നു മോൻ വരുമെന്ന്. അച്ഛൻ മോനെ കുറിച്ച് പറഞ്ഞു. ഞാൻ കരുതി കുറച്ചും കൂടെ ചെറുപ്പമായിരിക്കുമെന്ന്. എനിക്ക് പ്രായം തീരെ കുറവാ. ചർമ്മം കണ്ടാ തോന്നുകയില്ല. എന്താണോ അവിടെ? റെയിൽവേ സ്റ്റേഷൻ നിന്റെ കുടുംബം ഇവിടെ വിചാരിച്ചോ? പ്ലാറ്റ്ഫോമിൽ കിടന്ന് കുഷ്ണം പറയാതെ എനിക്ക് പോണമായിരുന്നു. പോലീസാണ് ആകാശത്തേക്ക് വെടിവെക്കും. ശരിയാ, ഇവരുടെ വെടി കാരണം കാക്കകൾക്ക് പോലും പറക്കാൻ പറ്റുന്നില്ല. സരസനാണല്ലേ? അല്ല, എണീറ്റ് പോകാനല്ലേ പറഞ്ഞത്? അല്ല, ചേട്ടന്റെ പേര് പറഞ്ഞില്ല. ഞാനാണ് എട്ടുവീട്ടിൽ കുട്ടപ്പൻ. എട്ടുകാലി കുട്ടപ്പനോ? എട്ടുകാലിയല്ല, എട്ടുവീട്ടിൽ കുട്ടപ്പൻ. തിരുവിതാംകൂർ ചരിത്രം അറിയില്ലേ? അറിയില്ല, പറയോ. ഇപ്പൊ സമയമില്ല, പിന്നെ പറയാം. ഞാൻ ആരാണെന്ന് വഴിയേ അറിയാം. അല്ല, ഏതായാലും ഞാൻ ഇവിടെ എത്തിയില്ലേ, ഇനി എന്തിനാ ഇത് തൂക്കി പിടിച്ചോണ്ട് നടക്കണ? അതങ്ങട് കള. സോറി. അമ്മേ, എന്തോരം വലിയ വീടാ. ഇത് മോന്റെ വീട് തന്നെ. എന്നിട്ട് അച്ഛൻ പറഞ്ഞില്ലല്ലോ ഇത് മോന്റെ വീടാണെന്ന്. ചിലരങ്ങനെയാ. അച്ഛൻ അങ്ങനെ തന്നെയാ. വാ മോനെ. മോൻ കളരിയാണോ? അല്ല, ഞാൻ കുൻഫൻഷൻ. ആഹാ, വന്നോ? ഞാൻ വിചാരിച്ചു ആളെ പരിചയമില്ലാത്തോണ്ട് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടി കാണുന്നു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇതല്ലേ കോലം. ഈ ചേട്ടനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടി പോയേനെ. ഏതാ ചേട്ട ഈ ഐറ്റം? ഇത് ലത, എന്റെ ഭാര്യ. ലത തിരിച്ചിട്ടാ തല, തല തിരിച്ചിട്ടാ ലത, ലത തിരിച്ചാൽ തല, തല തിരിച്ചാൽ ലത. ചേച്ചി, ഞാനൊരു പാട്ട് പാടാം. നല്ല ചേച്ചി, ഞാനൊന്ന് പരിചയപ്പെട്ടെ. പാശ്ചാത്യ സംസ്കാരം ലണ്ടനിൽ നിന്ന് വരികയാണോ? എന്റെ രീതി ഇങ്ങനെയാ. മോനിവിടെ എത്ര കാലം കാണും? ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോണ പ്രശ്നമേ ഇല്ല. ഞാൻ ഇവിടെ ഒക്കെ തന്നെ കാണും. നാളെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നാട്ടിലേക്ക്. ആർക്ക്? നിനക്ക്. അയ്യോ, എന്തോരം ഭക്ഷണം. വാ ചേച്ചി, വിളമ്പ്. ഞാൻ വിളമ്പി തരാം. പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്ത് മനസ്സിലായി. ഇവന്റെ മൊത്തത്തിലുള്ള പെരുമാറ്റം ഒരു മുതലാളിയുടെ മോന് ചേർന്നതല്ല. നീ സൂക്ഷിച്ചോ, ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാ.
എന്റെ അല്ല അവിയല് കൂട്ടി കഴിക്കാൻ പറയായിരുന്നു. ആരാ നിങ്ങളോട് സ്റ്റേഷനിൽ കാത്തിക്കണമെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? ഏതച്ഛൻ? എന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ പറഞ്ഞേക്കാക്ക ഞാൻ ആരാ? നിന്റെ അച്ഛന്റെ സെർവന്റ്? പിന്നല്ല, താനാരാ? ഇവിടുത്തെ മുതലാളിയോ? എന്നെ മനസ്സിലായി ഇല്ല. എന്നാലേ ഞാൻ ആ കൃഷ്ണമേനോന്റെ മകൻ. കൃഷ്ണമേനോ മോരാരുടെ മകൻ എന്തോ അവിയലും കൂട്ടി വെട്ടുന്നു. എന്റെ തന്തയെ മാറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ കൃഷ്ണമേനോന്റെ മോനല്ല. പിന്നെ ഞാൻ അയ്യം വിജയന്റെ മോനാ. പന്ത് കളിക്കാരന്റെ? അല്ല, ഇത് വേറെ കളിക്കാരനാ. പിന്നെ എന്തിനു നീ എന്നോട് വന്നു? ഞാൻ തന്നെ വന്നല്ലോ, എന്നെ കൂട്ടിട്ടൊന്നുമല്ലേ. ഞാൻ ഇവിടുന്ന് പോണ പ്രശ്നമില്ല. ഞാൻ എന്റെ ജോലിയിലേക്ക് കിടക്കട്ടെ. എന്താ ഇതൊക്കെ? ഒരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം. എവിടുന്ന് കിട്ടി ഈ വട്ടന്? നിന്റെ അച്ഛനാണോ? ഏതാണോ ഈ ശവം? എടാന്ന് വിളിച്ചാലോ വീട്ടിൽ എനിക്ക് വട്ടൽ കൂടാ. ഒന്ന് ഇളകിയതാണോ? 3 പ്രാവശ്യം ഇളകി, 3 പ്രാവശ്യം ചാടി, 3 പ്രാവശ്യം പിടിച്ചു. ചേച്ചി ഇപ്പൊ ഞാൻ ഇവിടേക്ക് കള്ളവണ്ടി കയറി വന്നിരിക്കണേ. ഇനി ഇവിടുന്ന് പോണ പ്രശ്നമേ ഇല്ല. ഇവനെ എവിടെയെങ്കിലും കൊണ്ട് കളയണം. കൊണ്ട് കളയാൻ ഞാൻ അതെ, മോന്റെ അച്ഛൻ വേറൊരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു. എന്താ അയ്യോ ബാഗ് എടുത്തോ. ആ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളെങ്ങോട്ടാ പോണേ? അതെ, അച്ഛൻ പറഞ്ഞ കാര്യം പറയാം. മോൻ അച്ഛൻ പറഞ്ഞ എന്തും കേൾക്കുവോ? നിന്നെ സേലത്ത് വിടാം. ലേലത്തിനല്ല, സേലത്ത്. തമിഴ്നാട്ടിൽ ഒരു സ്ഥലമാണ് സേലം, അവിടെ വിടാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞ ഞാൻ അനുസരിക്കാം. അണ്ണാച്ചി, അവനെ സേലത്തിറക്കി വിട്ടാ മതി. കാണുന്ന പോലെയല്ല, കുഞ്ഞുങ്ങളുടെ മനസ്സാ. മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞാൽ പോലും പുറത്തിറക്കി വിടരുത്. എനിക്ക് വിടുവേ മാറ്റേ. ഇത് അവന്റെ ടിക്കറ്റും, ബാക്കി നിങ്ങൾ എടുത്തോ. വാരടക്കി പോയി. ചേട്ടാ, ചേട്ടൻ പറഞ്ഞില്ലേ? മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാനീണം നൽകി, ഈണം തേടും നീറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കൊമ്പത്തു ഞാലാടി പാടും. പ്രിൻസിപ്പാള് പതിപോലെ പ്രേമം തുടങ്ങി. അതെ അതെ. ഒരു മിനിറ്റ്, നിങ്ങൾ 2 സിസ്റ്റേഴ്സ് ആണോ? അല്ല, പിന്നെ പ്രദേശായിരിക്കും. കുട്ടിയെ ഞാനൊരു സഹോദരിയായിട്ട് കണ്ടോട്ടെ. അവന്റെ ഒരു തമാശ. നോക്കടാ, എന്തോ ഒരു ഓടും. ഓടടാ, ഓടടാ, ഓടടാ. ഈ തെണ്ടിയുടെ പക്ഷം പിടിക്കാൻ ആരെങ്കിലും വന്ന് അടിച്ച് പല്ലേർപ്പിക്കും ഞാൻ.
എന്തിനാ ഈ പാവത്തിന് ഇങ്ങനെ തല്ലുന്നത്? ഇത് ക്യാമ്പസോ അതോ ചന്തയോ? ക്യാമ്പസ്. Go to your classes. I said everybody, go to your classes. ആരടാവൻ? ന്യൂകമറാ. ഒരു എല്ല് കൂടുതലാണെന്ന് അവൻ വന്നപ്പോഴേ തെളിയിച്ചു. ആദ്യത്തിന് അവനെ നേരത്തെ ഒന്ന് അടിക്കാമായിരുന്നു. ആ സമയത്ത് പ്രിൻസിപ്പാൾ എത്തി അവന്റെ ഭാഗ്യം. അവനോട് കരുതിയിരുന്നോളാൻ പറ. ഇന്നത്തെ പോലെ ആവരുത്. കൃത്യം 8 മണിക്ക് എന്നെ വിളിക്കണം. ഞാൻ വിളിക്കാടി. ഞാൻ വിജയ്. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല, അല്ല ഞാൻ പറയാ. ഞാനിവിടെ എഞ്ചിനീയറിംഗിന് പഠിക്കാം. വീട് കണ്ണൂരടുത്താ. ഒന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ഞാൻ കുട്ടിയെ പലവട്ടമായി കാണുന്നു. അതിന്? അയ്യോ, ഓർക്കണില്ലേ? 2 ആഴ്ച മുമ്പ്, അതായത് കഴിഞ്ഞ 20-ാം തീയതി രാവിലെ 9:30 റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ ആദ്യമായിട്ട് കൂട്ടിയിടിച്ചത്. അന്ന് കുട്ടിയുടെ ചുരിദാറിന്റെ ഷോളിന്റെ മുന്താണി എന്റെ ബാഗിൽ ഉടക്കിയത്. മനസ്സിലായി. ഒരു ലവ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഇത്രയും സിറ്റുവേഷൻസ് ഒക്കെ അധികം. അല്ല, ഇവിടെ എന്തിനു വന്നെന്നാ പറഞ്ഞേ? പഠിക്കാൻ. എങ്കിൽ ആദ്യം പോയി പഠിക്കാൻ. പേരറിയില്ല, നാടറിയില്ല, വീടറിയില്ല, ജാതി അറിയില്ല, പ്രായമറിയില്ല, ഇനി തമ്മിൽ കാണുമോന്നും അറിയില്ല. ഒന്ന് മാത്രം ആന മുഴുപ്പിലറിയാം, ഇഷ്ടമാണ്. ഇത് കുഴഞ്ഞു പറഞ്ഞ കേസാണ്. ഇതെങ്ങനെ ഒരുമിക്കും? അതല്ല ഞാൻ ചേട്ടനോട് ചോദിക്കുന്നത്. ചേട്ടന്റെ എക്സ്പീരിയൻസ് വെച്ച്. അയ്യോ എന്റെ പൊന്ന് വിജയമോൻ, എനിക്കിങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. മോങ്ങാനിരുന്ന നായ ചേട്ടൻ. അതെ, ഞാൻ തന്നെ. എന്റെ തലേ വീണ തേങ്ങയാണ് എന്റെ ഭാര്യ. ഇവള് കണ്ണിറുക്കി കാണിച്ചു, ഞാൻ വീണു. ഇപ്പൊ അത് ഒഴിയാ ബാധയായി. എന്നെ വിളിച്ചോ? ഏയ് ഇല്ലല്ലോ. ഓ, എന്നാ പിന്നെ എനിക്ക് തോന്നിയായിരിക്കും. ഓ, അവിടത്തേക്ക് അങ്ങനെ പലതും തോന്നും. ഇന്നെനിക്ക് തട്ടുകിട്ട് ഒഴിയാ ബാധ എന്ന് പറയുന്നവൾ കേട്ടു. വിജയമോന്റെ മനസ്സിനെ പിടിച്ചു വിളിക്കുക കൊച്ചു സുന്ദരിയെ കുറിച്ച് മൊത്തത്തിലൊരു വർണ്ണന. എങ്ങനെ വേണേലും ആകാം, രസകരമായിരിക്കണം. രസകരമാവും.